നമസ്കാരം, ആതിര മിസ് ആണ് കേട്ടോ. നമ്മൾ എക്സാം ഇതാ എത്താറായില്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. ആസ്വാദനക്കുറിപ്പ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണാൻ ഇടയില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ആസ്വാദനക്കുറിപ്പ് എന്നുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആസ്വാദനക്കുറിപ്പ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് അറിയണ്ടേ. അപ്പോൾ മിസ് ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മിസ്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, ഈ ഒരു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ മിസ്സിൻ്റെ ഈ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള വിലപ്പെട്ട കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സെറ്റാണല്ലോ, സ്റ്റാർട്ട് ചെയ്യട്ടെ. യെസ്, സാധ്യമെന്ത് നമ്മളുടെ ഒരു പാഠഭാഗമാണല്ലേ. സാധ്യമെന്ത് എന്നുള്ള ആ ഒരു കവിത. ഓക്കെ, കവിതയുടെ ആശയം പ്രയോഗവിശേഷങ്ങൾ മനസ്സിലുണർത്തുന്ന വികാരങ്ങൾ എന്നിവ പരിഗണിച്ച് ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനം എഴുതൂ. അപ്പൊ നമുക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. എടാ, കവിതയുടെ ആയിക്കോട്ടെ, അല്ല പദ്യത്തിൻ്റെതായിക്കോട്ടെ, ഗദ്യത്തിൻ്റെതായിക്കോട്ടെ, ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ ആരുടെ പാഠഭാഗമാണെന്ന് വെച്ചാൽ അവരെ കുറിച്ച് ആദ്യം പറയുക. പിന്നെയോ ആ ഒരു കവിതയിൽ എന്താണ് പറയുന്നതെന്ന് വ്യക്തമാക്കുക, അതിൻ്റെ ആശയമൊക്കെ. അങ്ങനെ വേണം നിങ്ങൾ ആ ഒരു ഘട്ടങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങളൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ. പിന്നെ ആ കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി ഉൾപ്പെടുത്താം. പിന്നെയോ നിങ്ങൾക്ക് അക്ഷരത്തെറ്റില്ലാതെ എഴുതാം. പിന്നെ പാരാഗ്രാഫ് ആക്കിയിട്ട് എഴുതാം. ഇതൊക്കെ കാണുമ്പോൾ ഇത് കാണുന്ന ഒരു ടീച്ചർ, ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം അല്ലേ. പ്രകൃതിയുടെ സൗന്ദര്യനിധിയിലേക്ക് എപ്പോഴും നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ശ്രീ മാധവൻ അയ്യപ്പത്തിന്റെ സാധ്യമെന്ത് എന്ന കവിത. എവിടെ? യെസ്, നാം പ്രകൃതിയിൽ നിന്നെത്ര അകന്നു മാറിയാലും പ്രകൃതി നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. പുല്ലും പൂവും വനിയും കിളിയും ഉൾപ്പെടെയുള്ള പ്രകൃതിയെ ആസ്വദിക്കാതെ നാം ഓരോ വേവലാതിയിലാണ്. ജീവിതപ്പാച്ചിലിൽ നമുക്കായുള്ള തലോടൽ നാം അറിയാതെ പോകുന്നു. കുഞ്ഞുങ്ങൾ ഇതെല്ലാം ആസ്വദിക്കുന്നു. എന്നാൽ കണ്ണടച്ച് ജപിച്ച് നടക്കുന്ന നാം വിണ്ണിൽ എന്താണ് കൊതിക്കുന്നതെന്നാണ് കവി ചോദിക്കുന്നത്. അല്പനേരം ഒന്നിരിക്കൂ എന്ന് പറഞ്ഞ് പുല്ലുപായ വിരിച്ചു താഴ്വരയും എന്നെ ഒന്ന് തലോടുക എന്ന് പറഞ്ഞുകൊണ്ട് താമരക്കുളവും നമ്മെ മാടി വിളിക്കുന്നു. എന്നാൽ നമ്മളാകട്ടെ നിൽക്കാതെയുള്ള ജീവിത പാച്ചിലാണ്. മേഘത്തുണ്ടുകളിൽ അസ്തമയ സൂര്യന്റെ രശ്മികൾ മഴവില്ല് വരച്ച് കളിക്കുമ്പോൾ ആടുമേക്കുന്ന പെൺകിടാവ് എങ്ങുനിന്നോ പാടുന്ന പാട്ടിൽ വെയിൽ അലിഞ്ഞു ചേരുമ്പോൾ കുന്നിൻ ചായ്വിലെ പാറ നമ്മെ ഈ ഭംഗി ആസ്വദിക്കാൻ വിളിക്കുകയാണ്. നിൽക്കാതെ ഓടുന്ന നമ്മെ നോക്കി കിളികൾ പരിഹസിച്ച് ചിരിക്കുകയാണ്. രാത്രിയിലാകെ സുഗന്ധം പരത്തി മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോഴും മൃദുല രശ്മികൾ നീട്ടി നക്ഷത്രങ്ങൾ നമ്മെ നോക്കി ചിരിക്കുമ്പോഴും സങ്കടമാണ് നമ്മുടെ ഉള്ളിലെങ്കിൽ, ഹൃദയത്തിന് ശാന്തിയില്ലെങ്കിൽ, ഉത്സവമാഘോഷങ്ങൾ പോലും മത്സരത്തിന് മാത്രമാണെങ്കിൽ നമുക്ക് ഒരു വിടർന്നു നിൽക്കുന്ന സൗന്ദര്യത്തിന്റെ ശോഭ ആസ്വദിക്കാൻ കഴിയില്ല. പ്രകൃതിയുടെ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കാൻ സമയമില്ലാതെ ഓടി നടക്കുന്ന മനുഷ്യർക്ക് ഈ ജീവിതം കൊണ്ട് മറ്റെന്താണ് സാധ്യമാകുക എന്ന് കവി ചോദിക്കുന്നു. എടാ, എന്ത് രസമായിട്ടല്ലേ നമ്മളൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു പദ്യത്തിൻ്റെയോ ഗദ്യത്തിൻ്റെയോ ആയിരിക്കും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞില്ലേ തുടക്കത്തിൽ എങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത്, ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങളത് ഫുൾ മാർക്കായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മിസ്സിൻ്റെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ മക്കളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പം എന്തായാലും അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് മിസ് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.